ജെ.ആർ. പത്മകുമാർ, നോക്കൂ, ഇപ്പോൾ അമേരിക്കയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ നയങ്ങൾ മൂലം അവരുടെ കാർഷിക മേഖലയിലെ കയറ്റുമതിക്ക് സംഭവിച്ചത് എന്താണ്? ഞാൻ കണക്ക് പറയാം. അമേരിക്കയുടെ സോയ എക്സ്പോർട്ട് 2024 അത് $34.4 ബില്യൺ ആയിരുന്നുവെങ്കിൽ അത് $24.5 ബില്യൺ ആയി കുറഞ്ഞു. കോൺ എക്സ്പോർട്ട് $18.6 ബില്യൺ നിന്ന് $13.9 ബില്യൺ ആയി കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ അമേരിക്ക തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വാണിജ്യ യുദ്ധം അമേരിക്കയുടെ കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെ പ്രതികൂലമായി ബാധിച്ചു. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്കയിലെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ട്. ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹത്തിന്റെ നാട്ടിലെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ട്. അതുകൊണ്ട് ചുങ്കമില്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടുത്തെ കർഷകരുടെ താല്പര്യം ആര് സംരക്ഷിക്കും? ഇത് നമ്മളൊരു പ്രതിയോഗിയെ സൃഷ്ടിച്ചിട്ട് അത് അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്ന് പറയും വേറൊരാളുടെ എതിർക്കുക എന്നുള്ളൊരു ലയനാണ് ഇതിലൊന്ന്. ഇത് ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞതും മറ്റു നേരത്തെ വിദേശ നമ്മുടെ ജോസഫ് ആന്റണി അദ്ദേഹം പറഞ്ഞ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. സംഭവിക്കുമ്പോഴല്ലേ ഉള്ളൂ. ഇപ്പോ ഞാനത് പറഞ്ഞോട്ടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ് ഞങ്ങളൊരു ധാരണയിൽ ഒരു വ്യാപാര കരാറിൽ എത്തിയിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് ഒരു ഔട്ട്ലൈൻ എത്തിയിട്ടുണ്ട്, അത് ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സുഹൃത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ ഒരു ധാരണയിൽ എത്തി എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാഗത്തുനിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. സെക്ടർ വൈസ് ചർച്ച വരുന്നുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ ഞാൻ പറഞ്ഞു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വന്ന് അതിനോട് ഒരു കാരണവശാലും ഇന്ത്യയിലെ കർഷകരെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഞങ്ങൾ തീരുമാനം എടുക്കില്ല എന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യ ഗവൺമെന്റ് ചുമതലപ്പെട്ട ആളുകൾ പറയുമ്പോൾ അത് ഞങ്ങൾ വിശ്വസിച്ചില്ല, അങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. റഷ്യയിൽ നിന്ന് ഈ ഓയിൽ വാങ്ങില്ല എന്ന് അമേരിക്ക പറഞ്ഞു എന്ന് ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. പാടില്ല. ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ടോ? റഷ്യയിൽ നിന്ന് ഇന്ത്യ എപ്പോഴാണ് വാങ്ങാൻ തുടങ്ങിയത്? ഓയിൽ വാങ്ങാൻ തുടങ്ങിയത് എന്താ? ഇന്ത്യയുടെ താല്പര്യം എന്താ? ഇന്ത്യക്ക് കുറഞ്ഞ രീതിയിൽ ഇത് കിട്ടണം. അതോടൊപ്പം തന്നെ നമ്മുടെ സൗഹൃദ രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തി പോകണം. ഇന്ത്യക്ക് കുറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ കിട്ടണം എന്നുള്ളതാണല്ലോ. അത് ആരെ സംരക്ഷിക്കാൻ? ഇന്ത്യയുടെ ജനങ്ങൾ സംരക്ഷിക്കാൻ. അതിന് മറിച്ചൊരു തീരുമാനം എടുത്തില്ലല്ലോ. ട്രംപ് പറഞ്ഞതാണ് നിങ്ങൾക്ക് വിശ്വാസം, അത് മാത്രമേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട യുദ്ധം ഞാൻ പറഞ്ഞിട്ടാണ് നിർത്തിയത് എന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യ എപ്പോഴെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? ഇന്ത്യ എപ്പോഴെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും പറയുന്നത് ട്രംപ് പറയുന്ന കാര്യങ്ങളിൽ സംബന്ധിച്ചിട്ട് അത് വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നില്ല എന്ന്. ഇന്ത്യയുടെ മന്ത്രി നമ്മുടെ പീയൂഷ് ഗോയൽ പറഞ്ഞു, അല്ലെങ്കിൽ പെട്രോളിയം വകുപ്പ് മന്ത്രി പറഞ്ഞു. ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ഇന്ത്യയെ എതിർക്കണം, അല്ലെങ്കിൽ നമ്മുടെ മോഡിയെ എതിർക്കണം, ഇന്ത്യയുടെ പോളിസി എടുക്കണം. ഞങ്ങൾക്ക് ജനഹിതം ഞങ്ങൾക്ക് അനുകൂലമായി വന്നു. അത് നടപ്പിൽ വരുത്തിയത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയത്. ട്രില്യൺ ഡോളർ എക്കോണമിയിലേക്ക് പോകുന്നത്. ലോകരാഷ്ട്രങ്ങളെല്ലാം പറയുന്നത് ഒരു ഫാസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അതൊക്കെ നമ്മൾ 90-കൾ മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഇന്ത്യയുടെ ഗ്രാഫ് എപ്പോഴും മുകളിലേക്കാണ്. ഇവിടുത്തെ പ്രശ്നം എന്താ നോക്കൂ. ഇപ്പൊ അങ്ങ് പറഞ്ഞു ഞങ്ങള് റഷ്യയിൽ നിന്ന് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇന്ത്യ ഇനിമേലിൽ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നില്ല, പകരമോ ഞങ്ങളിൽ നിന്ന് വെനസ്വേലൻ ഓയിൽ വാങ്ങും. വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തെ ഒരു പരമാധികാര രാജ്യത്തെ ഭരണാധികാരിയെ ഒരു രാത്രിയുടെ മറവിൽ പിടിച്ചോണ്ട് വന്ന് അവിടുത്തെ റെജീം ചേഞ്ച് സാധ്യമാക്കിയിട്ട് വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തെ എണ്ണ എടുത്തിട്ട് ഇന്ത്യക്ക് വിൽക്കാന്നാണ് ട്രംപ് പറയുന്നത്. സാർ ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ പറയുന്നത് എന്താ? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്, കാരണം റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് വഴി ഉക്രൈനെതിരായ യുദ്ധത്തെ ഫണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വാദം. ഇന്ത്യ സ്വതന്ത്രമായി അന്താരാഷ്ട്ര നിയമലംഘനം നടത്തിയിട്ടാണ് വെനസ്വേലയിൽ റെജീം ചേഞ്ച് ഉണ്ടാക്കിയത് ഡൊണാൾഡ് ട്രംപ്. ഓയിൽ വാങ്ങുന്നത് ഓയിൽ വാങ്ങുന്നതിന് ഇന്ത്യക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങും. കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്ന് കിട്ടും അത് വാങ്ങും. അതുകൊണ്ട് റഷ്യയിൽ നിന്ന് വാങ്ങുന്നില്ല നിലപാട് എടുത്തിട്ടില്ല. നാളെ മറ്റൊരു സ്ഥലത്ത് നിന്നാണ് കൂടുതൽ കുറച്ച് കിട്ടുന്നതാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് വാങ്ങും. അത് ആരുടെ താല്പര്യം? ഇന്ത്യയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ജനങ്ങളുടെ താല്പര്യം ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന്
ഇന്ത്യയുടെ കർഷകരുടെ ഒരു കാരണവശാലും ഇന്ത്യയുടെ കർഷകരിലെ താല്പര്യം സംരക്ഷിക്കില്ല. അത് ഭാവിയിൽ കണ്ടതാണല്ലോ. ഇന്ത്യ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള ജനങ്ങളെ സംരക്ഷിക്കും. ഇപ്പൊ എന്താ പറ്റിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഒരു വലിയ നിലപാടെടുത്തു, നമ്മുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വ്യാപാര കരാർ ഒപ്പിടാനുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുന്ന സമയത്താണ് ഇന്ത്യ അതിനെ ശക്തമായി എതിർക്കുകയും യൂറോപ്യൻ യൂണിയനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഒരു വർഷക്കാലം നീണ്ടുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വലിയ കരാർ ഒപ്പിട്ടു. ആ കരാർ ഒപ്പിട്ട കഴിഞ്ഞ സമയത്താണ് ഇപ്പോൾ നേരത്തെ എടുത്ത നിലപാടിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് അമേരിക്ക ഇങ്ങോട്ട് വരികയുണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് അവരൊരു നിലപാട് പ്രഖ്യാപിച്ചു. ഒരു വ്യാപാര കരാറിൽ തീരുമാനം സംബന്ധിച്ച് ഒരു ധാരണയിൽ എത്തുന്നതിൽ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയുമ്പോൾ ഇന്ത്യ അമേരിക്കയുമായി ഒരു കരാറും ഉണ്ടാക്കില്ല എന്നുള്ളതാണോ? അത് നിങ്ങൾ കരാർ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴോ നമ്മളൊരു കരാർ ഒപ്പിട്ട് ഓരോ സെക്ടർ ബേസിൽ ഇന്ത്യയുടെ താല്പര്യം എങ്ങനെയാണ് സംരക്ഷിച്ചിട്ടുള്ളത് വരുമ്പോഴല്ലേ നിങ്ങൾ മുൻവിധിയോടുകൂടി ഇന്ത്യ ഗവൺമെന്റിന്റെയും നരേന്ദ്രമോദിയെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ സമീപനമാണ്, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ നിലപാടുകളാണ്. അമേരിക്കൻ അഗ്രികൾച്ചർ സെക്രട്ടറി അവരവരുടെ താല്പര്യങ്ങൾ പറയും. ഇന്ത്യയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ താല്പര്യം പറയേണ്ടത് ഇന്ത്യ ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണാധികാരം ആണ്. പാർലമെന്റിൽ ചർച്ച കഴിഞ്ഞ് വരട്ടെ, ചർച്ച വരട്ടെ. പീയൂഷ് ഗോയലിനോട് ചോദിക്കാൻ 100 ചോദ്യങ്ങളുണ്ടല്ലോ. പീയൂഷ് ഗോയൽ എന്തെങ്കിലും പറയാൻ, ഉത്തരം പറയാൻ തയ്യാറാണോ? ഒരു തീരുമാനത്തിലെത്താതെ എങ്ങനെ പാർലമെന്റിൽ പറയും ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും പാർലമെന്റിൽ വരും ചർച്ച. പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആണോ, ജനങ്ങളോട് അക്കൗണ്ടബിൾ ആണോ, ജനങ്ങളെ ഇരുട്ടിൽ നിർത്തുന്നുണ്ടോ? ഇതൊക്കെയാണ് പ്രശ്നം. നോക്കൂ, കഴിഞ്ഞ സാമ്പത്തിക വർഷം പാർലമെന്റ് പോലും അറിയാതെ ഒപ്പിടാൻ പോയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി എന്ന് പറയുന്നത് $45.62 ബില്യൺ. ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത് $86.51 ബില്യൺ. 500 ബില്യൺ ആയിട്ട് ഇറക്കുമതി വർദ്ധിപ്പിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. വർഷം 100 ബില്യൺ. ഇപ്പോഴത്തെ 45.62 ബില്യണിൽ നിന്ന് ഇത്ര വലിയ തോതിൽ അമേരിക്കയുടെ ഇറക്കുമതി, ഇങ്ങോട്ടുള്ള കയറ്റുമതി അത് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ? ഒരു രാജ്യം വേറൊരു രാജ്യമായി കരാറിൽ ഒപ്പിടുമ്പോ, അല്ലെങ്കിൽ വ്യാപാര കരാറിൽ ഒപ്പിടുമ്പോ ഈ നമ്മുടെ രാജ്യത്തെ വളർത്തുകയാണ് അവരുടെ ലക്ഷ്യം. അവരവരുടെ താല്പര്യങ്ങൾ പറയും. താല്പര്യങ്ങൾക്ക് എന്തിനു വഴങ്ങുന്നു? ഇന്ത്യൻ ജനതയുടെ താല്പര്യം, ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറുടെ താല്പര്യം, ഇന്ത്യൻ കർഷകരുടെ, ഇന്ത്യയിലെ ക്ഷീര കർഷകരുടെ, ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ രംഗത്തിന്റെ ഒക്കെ താല്പര്യം ആര് സംരക്ഷിക്കണം? ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു, ഇന്ത്യ ഗവൺമെന്റ് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ഗവൺമെന്റ് പ്രസ്ഥാനത്തിൽ നിങ്ങളുടെ കുറെ അഭിപ്രായങ്ങൾ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള